സോ ഗൈസ്, ഇന്ന് എനിക്ക് ആക്ച്വലി ഞാനൊരു ബാക്കി സമയം എത്ര ഉണ്ടെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി അൺലോക്ക് അടിച്ചതാണ്. ഇന്ന് അൺലോക്ക് ആയി ഗൈസ്. ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഇന്നലത്തെ വീഡിയോൻ്റെ ഡേറ്റും ഇന്നത്തെ നോക്കിയാലും അറിയാം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നാണ് അൺലോക്ക് ആവുന്ന ദിവസം. ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. ബൂട്ട് ലോഡർ അൺലോക്ക് ആയി. എനിക്കത് അടിച്ചത് കാണിക്കാൻ പറ്റില്ല. ഐ എം എക്സ്ട്രീംലി സോറി ഗൈസ്. ഞാനത് അറിഞ്ഞില്ല. കാരണം ഞാൻ ടൈം എത്ര ബാക്കിയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ടൈം ബാക്കി കാണിക്കാതെ കുറച്ച് സാധാരണക്കാളും കൂടുതൽ ഒരു അൺലോക്കിംഗ് എഴുതി കാണിച്ചു. പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഓഫായി, ഫോണിന്റെ ഡിസ്പ്ലേ ഓഫായി, ലാപ്ടോപ്പിന്റെ ഇതിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയി. ആൻഡ് ദെൻ റീബൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡാറ്റയൊക്കെ പോയി റീസെറ്റ് ആയിട്ടുണ്ട് ഫോൺ. ഇപ്പോൾ ഇവിടെ അൺലോക്കിന്റെ എംബ്ലം വന്നു, സെറ്റായി ഗൈസ്. ഇനി ഒന്നും കൊണ്ടും പേടിക്കേണ്ട. TWRPയും കസ്റ്റമറും സിമ്പിൾ ആയിട്ട് കയറ്റാം. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫോൺ ഓണായി വന്നപ്പോഴേക്ക് ഇവർ പറഞ്ഞു ദിസ് ഡിവൈസ് ഇസ് ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം കാണിച്ചു. അതായത് നമ്മൾ ഇതിൽ സൈൻ ഇൻ ചെയ്തിരുന്ന MI അക്കൗണ്ടിന്റെ പാസ്വേഡ് എന്തായാലും ആരും മറക്കാൻ സാധ്യതയില്ലല്ലോ. നിങ്ങളത് എന്തായാലും ആ ഒരു MI അക്കൗണ്ട് ഇതിൽ അടിച്ച് ഈ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നിങ്ങൾ പാസ്വേഡ് അടിക്കണം. ബൂട്ട് ലോഡർ അൺലോക്ക് ആയതിനു ശേഷമുള്ള അവസ്ഥയാണ്. നിങ്ങൾ നോർമലായിട്ട് ഈ ഒരു ഫോൺ ഇവിടെ തന്നെ കോൺഫിഗർ ചെയ്യുക. ഞാനിപ്പോൾ നോർമലായിട്ട് ഫോൺ കോൺഫിഗർ ചെയ്തതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അതിൽ അബൌട്ട് ഫോണിൽ ടാപ്പ് ചെയ്തിട്ട് MIUI വേർഷന് കുറേ വേർഷൻ ടാപ്പ് ചെയ്തപ്പോൾ ഡെവലപ്പർ ആവും. ഇവിടെ താഴെ അഡീഷണൽ സെറ്റിങ്സ് എടുക്കുക. അഡീഷണൽ സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം ഡെവലപ്പർ ഓപ്ഷൻസ് എടുത്തിട്ട് MI അൺലോക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞതിന് മുമ്പ് OEM അൺലോക്കിംഗ് ഡിസേബിൾഡ് ആയിരിക്കും. ഇതാണ് നിങ്ങളുടെ ഫോൺ ബൂട്ടിലോട്ട് അൺലോക്ക്ഡ് ആയി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് തെളിവ്. MI അൺലോക്ക് സ്റ്റാറ്റസ് എടുക്കുമ്പോൾ ദിസ് ഡിവൈസ് ഈസ് അൺലോക്ക്ഡ്. ഒരു വലിയ കടമ്പ കഴിഞ്ഞു കിട്ടി ഗൈസ്. ദാറ്റ്സ് ഇറ്റ്. ഇനി TWRP എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് കിടക്കാം. ഞാൻ ടീം റിക്കവറി പ്രോജക്റ്റാണ് ചെയ്യുന്നത്. സൈനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ TWRP ഫയൽ എങ്ങനെയെങ്കിലും ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. എൻ്റെ ഫോണിൻ്റെ Redmi 8 ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒലിവ് ലൈറ്റിൻ്റെ TWRP ഫയൽ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് 64 മെഗാപിക്സലുള്ള ഒരു IMG എക്സ്റ്റൻഷനുള്ള ഒരു ഫയലാണ് വന്നത്. അത് നിങ്ങൾ ലാപ്ടോപ്പിലേക്ക് കയറ്റി വയ്ക്കുക. സോ ഈ ഒരു ഫോൾഡറിലേക്കാണ് ഞാനത് കയറ്റി വെച്ചിരിക്കുന്നത്. ആസ് യു ക്യാൻ സി, ഈ കാണുന്ന മുകളിലത്തെ ഫയലാണ് ഈ ഒരു ഡിസ്ക് ഇമേജ് ഫയൽ. ഇതാണ് TWRP ഫയൽ. ഇതിൻ്റെ താഴെയുള്ളത് നിങ്ങൾ നോക്കണ്ട. ഞാൻ ആ യൂസർ ഇൻ്റർഫേസ് വെറുതെ ഇതിലേക്ക് കയറ്റി വെച്ചതാണ്. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഈ Xiaomi Redmi 8 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നിങ്ങൾ CMD എന്ന് ടൈപ്പ് ചെയ്യുക. CMD എൻ്റർ അടിക്കുക. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് വരും. ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ഫോൺ പവർ ഓഫ് ചെയ്യുക. അതായത് ഫോൺ മൊത്തത്തിൽ പവർ ഓഫ് ചെയ്തതിന് ശേഷം ഫാസ്റ്റ് ബൂട്ട് മോഡിലേക്ക് കണക്ട് ചെയ്യണം. ഫാസ്റ്റ് ബൂട്ട് മോഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വോളിയം ഡൗണും പവർ ബട്ടണും സൈമൾട്ടേനിയസ്ലി അമർത്തി പിടിക്കുക. ആൻഡ് ഫാസ്റ്റ് ബൂട്ട് മോഡ് ഓണായി. ഇനി ADB ഡ്രൈവർ എന്നാലും പറഞ്ഞ പോലെ എൻ്റെ ലാപ്ടോപ്പിൽ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് ഓൾറെഡി ഉണ്ട്. CMD ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഫാസ്റ്റ് ബൂട്ട് ഡിവൈസസ് എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾ കാണുമ്പോൾ പേടിയാവും, പേടിക്കരുത്. ഫാസ്റ്റ് ബൂട്ട് ഡിവൈസസ് എന്ന് സെർച്ച് ചെയ്യുക. ടൈപ്പ് ചെയ്യുക ഫാസ്റ്റ് ബൂട്ട് സ്പേസ് ഡിവൈസസ്, ഒക്കെ സ്മോൾ ലെറ്റർ. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോണിൻ്റെ സീരിയൽ നമ്പറും ഫാസ്റ്റ് ബൂട്ട് എന്നുകൊണ്ട് കുറച്ച് സാധനങ്ങൾ എഴുതി കാണിക്കും. ഇത് വരും. ഈ സീരിയൽ നമ്പർ വന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫോൺ ഡിറ്റക്ട് ആയി എന്നാണ്. അതായില്ലെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ADB ഡ്രൈവർക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. എനിക്കതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾ അടുത്ത സ്ഥലത്ത് ഫാസ്റ്റ് ബൂട്ട് സ്പേസ് ഫ്ലാഷ് സ്പേസ് റിക്കവറി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു സ്പേസും കൂടി വിട്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ഇതാണ് എൻ്റെ TWRP ഫയൽ. ഇത് ഞാൻ നിങ്ങളുടെ വലിച്ച് ഡ്രാഗ് ചെയ്തിട്ടു. അത് ഡ്രാഗ് ചെയ്തിട്ട് എന്നിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ഇറേസിങ് റിക്കവറി ഓക്കെ, സെൻഡിങ് റിക്കവറി ഓക്കെ, റൈറ്റിംഗ് റിക്കവറി ഓക്കെ എന്ന് പറഞ്ഞ ഒരു അവസാനം ഫിനിഷ് എന്ന് കാണിക്കും. ഇപ്പോൾ TWRPയിലേക്ക് വന്നു. ഇനി നമ്മൾ ആദ്യം വൈപ്പ് അടിക്കുക. അഡ്വാൻസ്ഡ് വൈപ്പ് അടിക്കുക. ഡാൽവിക് ഡാറ്റ ആൻഡ് ക്യാഷ് സ്വൈപ്പ് ടു വൈപ്പ്. അപ്പോൾ ഇവിടെ വൈപ്പിംഗ് എന്നൊക്കെ പറയും. കംപ്ലീറ്റ്. ഇനി ബാക്ക് അടിക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ ഫോണിലത്തെ MIUI ROM കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞേക്കാണ്. ആൻഡ് ഇൻസ്റ്റാൾ അടിക്കുക. ഇൻസ്റ്റാളിൽ ഞാൻ ആക്ച്വലി എൻ്റെ എക്സ്റ്റേണൽ SD കാർഡാണ് എടുക്കുന്നത്. സോ നിങ്ങളിവിടെ SD കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ മൈക്രോ SDയിൽ അടിക്കുക. ഓക്കെ. ഇതിൽ താഴെ ഞാൻ ആക്ച്വലി ഇവിടെ കസ്റ്റം റോമിലാണ് ഈ PixelPlus UI 3.9 Reboot. ആൻഡ് നേരെ സ്വൈപ്പ് ടു കൺഫേം ഫ്ലാഷ് അടിക്കുക. ദിസ് വിൽ ടേക്ക് മെനി ടൈം ഗൈസ്. കുറേ സമയം എടുക്കുന്ന ഒരു ടൈമാണ്. ഇവിടെ PPUI PixelPlus UI എന്നൊക്കെ കാണിക്കും. ഒരു 3 മിനിറ്റ് 4 മിനിറ്റോളം ടൈം എടുക്കുന്നതാണ്. ഇത് സക്സസ് ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതിന് പറ്റിയൊരു റോം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നത് നിർബന്ധമാണ്.
സോ റൈറ്റ് നൗ PixelPlus വലിയ ലൈറ്റിന് സപ്പോർട്ട് ആവുമെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സോ Redmi 8A ഡ്യുവലിന് Redmi 8A സെയിം ഒരു റോമാണ്. സോ ആസ് യു ക്യാൻ സീ ഐ എം യൂസിങ് Redmi 8A. ദിസ് വിൽ ടേക്ക് എ കപ്പിൾ ഓഫ് മിനിറ്റ്സ്. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ കം. ഇത് Android 11 ആണ് ഗൈസ്. സോ സെക്യൂരിറ്റി പാച്ച്, ബിൽഡ് ടൈം, ബിൽഡ് ID എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് സോ ഐ എം ബാക്ക്. ആ ഒരു 3 മിനിറ്റിന് ശേഷം നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ നിങ്ങൾ ഉറപ്പിക്കണം സ്ക്രിപ്റ്റ് സക്സീഡഡ്, റിസൾട്ട് വാസ് 1, പിന്നെ കുറേ സീറോകൾ എന്നുള്ളൊരു കാര്യം നിങ്ങളിവിടെ കൺഫേം ചെയ്യണം. ഇതിന് ശേഷം റീബൂട്ട് അടിക്കരുത്, ബൂട്ട് ലൂപ്പ് വരും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ടാപ്പ് ഓൺ ദി ഹോം ബട്ടൺ ആൻഡ് ഇവിടെ വൈപ്പ് അടിക്കുക. ഇവിടെ വൈപ്പിൽ ഫോർമാറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. ഇവിടെ YES എന്ന് ടൈപ്പ് ചെയ്യുക ആൻഡ് ഈ ഒരു യെസ് അടിക്കുക. ഇപ്പോൾ ഇവിടെ ഫോർമാറ്റിംഗ് ഡാറ്റ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. നൗ format data is complete. Tap on the home button, select reboot and click system. Now wait for some time. ഇപ്പോൾ നിങ്ങൾക്ക് Redmi powered by Android എന്ന് കാണിക്കും. ആൻഡ് നമ്മുടെ ഫ്ലാഷിംഗ് സക്സസ് ആയാൽ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ PixelPlus UI അല്ലെങ്കിൽ Pixel PPUIയുടെ ആനിമേഷൻ വരുന്നതായിരിക്കും. See guys, it was a huge success. Thank you so much for all those who supported me in this venture. Yeah, എൻ്റെ റെഡ്മിയിൽ ഫൈനലി ഐ ഗോട്ട് റിഡ് ഓഫ് ദി വൃത്തിയട്ട ഷവമീസ് MIUI ആൻഡ് ദിസ് ഈസ് പ്യുവർ പ്രോപ്പർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് റൈറ്റ് നൗ. സോ ഗിവ് ഇറ്റ് സം ടൈം ആൻഡ് ഇനി ആഫ്റ്റർ ദ സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. സോ ഗൈസ്, ആസ് യു ക്യാൻ സീ ദിസ് ഈസ് ദി PixelPlus യൂസർ ഇൻ്റർഫേസ് ആൻഡ് ആസ് യു ക്യാൻ സീ എക്സ്ട്രീംലി സ്മൂത്താണെന്നുള്ളതാണ് ഈ ഒരു യൂസർ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. See, this is running on my Xiaomi Redmi 8A. I will show you. നേരെ അബൌട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഡ്യുവൽ വേണ്ട, കാരണം ഇത് 8 ഡ്യുവലിനും സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദി PixelPlus യൂസർ ഇൻ്റർഫേസ്, PixelPlus UI 3.9 ഇറ്റേണൽ വേർഷനാണ്. ഇത് ഏറ്റവും ഹൈ, ഇപ്പോൾ ഫോർ ദ ടൈമിംഗ് ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, അല്ല പ്രശ്നത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആപ്ലിക്കേഷൻസ്, കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഗൂഗിളിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ സ്നാപ്ചാറ്റും വാട്സാപ്പ്, ടെലിഗ്രാം എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് പൾസ് മ്യൂസിക്, ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നൊരു മ്യൂസിക് പ്ലെയറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക്കാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, ക്യാമറ കാണാനില്ല എന്ന് ചെറിയൊരു പ്രശ്നം. അപ്പോൾ മൊത്തം പെട്ടിരിക്കുകയാണ്. ഇനി Gcam, ഗൂഗിൾ ക്യാം ആക്ച്വലി വേറെ ഏതെങ്കിലും കയറ്റേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ് മീ സീ. ഇനി ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ അതിനെക്കുറിച്ചെല്ലാം പറയുന്നതായിരിക്കും. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂസ് ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഇസ് മീ രാഷ്ട്രീയ സൈനിങ് ഓഫ് ആൻഡ് ബൈ ഫോർ നൗ.